ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന താങ്കളെ മേയറാക്കി നിലനിർത്തിയിരിക്കുന്നത് LDF ആണ്. പക്ഷേ LDF സുരേഷ് ഗോപിയുടെ വിജയത്തെ പ്രതീക്ഷയോടെ അല്ല കാണുന്നത്. അതൊരു പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ ഫലമെന്നാണെന്നുള്ളത്. ആ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്ന ഒരു മുന്നണിയുടെ മേയറിൽ നിന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തെ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് BJP ആണ്. എൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ ആദർശവും രണ്ടാണ്. എനിക്ക് എൻ്റേതായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആദർശമുണ്ട്. അപ്പോൾ ഈ ആദർശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഒരു MP മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാടിന് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം വിജയിച്ച് കയറിയാൽ ആ തൃശ്ശൂരിന് വേണ്ടി എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നതല്ലേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾ കേട്ടില്ലേ, തൃശ്ശൂരിലെ മേയറാണ് പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ തൃശ്ശൂരിലെ മേയർ MK വർഗീസ് മാധ്യമങ്ങളോട് നിരന്തരം വിളിച്ചു പറയുന്നത്. ഇന്നൊക്കെ വലിയ ചർച്ചകളും വിവാദങ്ങളും നടക്കുക. ഈ MK വർഗീസ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കോ എന്ന ചോദ്യം ചോദിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, നിഷ്പക്ഷ സമൂഹം കേൾക്കാൻ ആഗ്രഹിച്ച വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് MK വർഗീസ് എന്ന് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ജനപ്രതിനിധി ആയതിനു ശേഷം ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാ സുബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഇദ്ദേഹത്തെ ഈ പറയുന്ന MK വർഗീസിനെ ഇപ്പോൾ BJP ആക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, തീവ്രചിന്താഗതിക്കാർ, രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളൊക്കെ തന്നെ കിണഞ്ഞ് പരിശ്രമിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞല്ലോ. തൃശ്ശൂരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറയുമ്പോൾ, അതായത് തൃശ്ശൂരിലെ മേയർ തന്നെ വിളിച്ചു പറയുമ്പോൾ രാജ്യദ്രോഹികൾക്കും തീവ്രചിന്താഗതിക്കാർക്കും മറ്റാളുകൾക്കൊക്കെ എങ്ങനെയാ സഹിക്കുക? അപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇദ്ദേഹത്തെ BJP ആക്കുക. ആ പണി ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തോട് മാധ്യമങ്ങൾ പല സമയത്തും കുത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ BJPയിലേക്ക് പോവോ എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ പോവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാളെ പോവില്ല എന്നൊന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ തീവ്രചിന്താഗതിക്കാരും അതേപോലെ തന്നെ ഇവരുടെ പാർട്ടിക്കാരും സകല ആളുകളും ഇദ്ദേഹത്തെ ഈ ഒരു സമയം മുതൽ ബുദ്ധിമുട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇടതുപക്ഷം BJP ഒരു അപകടമാണെന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം യാഥാർത്ഥ്യമാണ് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം ഒരു യഥാർത്ഥ ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം, അല്ലാതെ പാർട്ടിക്കല്ല. അപ്പോൾ ആ സമയത്ത് ഈ മേയർ എന്ന നിലക്ക് ഇടതുപക്ഷം ഈ പറഞ്ഞ തീവ്രചിന്താഗതിക്കാരും രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളൊക്കെ നിരന്തരം ക്രൂശിക്കണം. അതാണ് സുബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മറുവശത്തേക്ക് വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹമൊക്കെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹത്തിന് ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ പാർട്ടി അജണ്ട പൊക്കി പിടിക്കലല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഈ മേയർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ മേയർ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു മേയർ എന്ന നിലക്ക്, ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നു. എൻ്റെ ആശയം വേറെയാണ്, അദ്ദേഹത്തിൻ്റെത് വേറെയാണ്. പക്ഷെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിൽക്കുന്നത് എന്ന് അദ്ദേഹം തൃശ്ശൂർ മേയർ തന്നെ പറയുമ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച തൃശ്ശൂരിലെ ജനതക്ക് അഭിമാനിക്കാം. നിരന്തരം തീവ്രചിന്താഗതിക്കാരും രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ, പ്രതിപക്ഷത്തുള്ള സകല ആളുകളും ഈ പറഞ്ഞ MK വർഗീസിനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കൂ. അദ്ദേഹത്തിന് നല്ല രീതിക്ക് ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനി ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നാൻ
അധിക സമയമൊന്നും വേണ്ട എന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ഏതൊരാൾക്കും പറയാൻ സാധിക്കുന്നത്.